തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് CPIM അവലോകന റിപ്പോർട്ട്. നേതാക്കളുടെ ആഡംബര ജീവിതശൈലി അവമതിപ്പുണ്ടാക്കി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റത്തിൽ പരാതികളുണ്ട്. നേതാക്കൾ പെരുമാറ്റം നന്നാക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവും പ്രകടന പത്രികയും ആകർഷകമായില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നും റിവ്യൂ റിപ്പോർട്ട് പറയുന്നുണ്ട്. ആർ ശ്രീജിത്താണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ശ്രീജിത്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും പുറത്ത് വന്നതാണ്. അത് എടുത്തു പറയുന്നു എന്നുള്ളതാണ്. അതിൽ തെറ്റുതിരുത്തലിലേക്ക് കടക്കുമോ പാർട്ടി എന്നുള്ളതാണ് അറിയാൻ ഉള്ളതും. ഈ പത്മകുമാറിന്റെ കാര്യത്തിൽ ഒരു തിരുത്തൽ നടപടി ഉണ്ടാകും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് വിമർശനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിൽ തിരുത്തൽ ഉണ്ടാകുമോ എന്നതും പ്രധാനമാണല്ലോ. അനുജാത്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ LDF എന്ന രീതിയിൽ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം തന്നെ ആകർഷകമായില്ല എന്ന വിമർശനമാണ് ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ CPIM മുന്നോട്ട് വെക്കുന്നത്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യത്തിന് ജനങ്ങളെ വേണ്ടത്ര ആകർഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് റിവ്യൂ റിപ്പോർട്ടിലെ സ്വയം വിമർശനപരമായ വിലയിരുത്തൽ. 2016 മറ്റും LDF വന്നാൽ എല്ലാം ശരിയാകും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വലിയ തോതിലുള്ള ജനങ്ങളെ ആകർഷിച്ചിരുന്നു. എന്നാൽ മുൻകാലങ്ങളിലെ പോലെ വേണ്ടത്ര ജനങ്ങളെ ആകർഷിക്കുന്ന മുദ്രാവാക്യമായിരുന്നില്ല LDF അല്ലാതെ മറ്റാരുണ്ട് എന്നത് ആണ് ഈ റിവ്യൂ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. LDFന്റെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയും ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലായില്ല എന്ന വിമർശനവും ഈ റിപ്പോർട്ടിലുണ്ട്. ഇതോടൊപ്പം തന്നെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റ ശൈലി നന്നാക്കണമെന്ന ആവശ്യവും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റത്തെപ്പറ്റി വിവിധ മേഖലകളിൽ നിന്ന് വലിയ തോതിലുള്ള പരാതികളുണ്ട്. ആ പെരുമാറ്റ ശൈലി മാറ്റുന്ന കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കണം എന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും മറ്റും ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കി. പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആഡംബരം കലർന്ന ജീവിതശൈലിയും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാകാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതശൈലിയിലും മറ്റും മാറ്റം വരുത്തണം എന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. നേരത്തെ തളിപ്പറമ്പിലെയും അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്ന കാര്യം അവർ സ്വയം വിമർശനപരമായി വിലയിരുത്തിയെന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനങ്ങളിൽ മറ്റും പറഞ്ഞിരുന്നത്. സംസ്ഥാന നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ വീഴ്ചയില്ല എന്നായിരുന്നു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഇതല്ല വസ്തുത. റിപ്പോർട്ടിൽ സംസ്ഥാന നേതൃത്വത്തിലും ഈ വീഴ്ചയുണ്ട് എന്ന കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച പേരുകൾക്ക് അനുമതി നൽകുന്നതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും വീഴ്ച സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്ന വാചകം. അതാണ് അപ്പോൾ ഒന്നൊന്നായി ഏറ്റുപറയുന്ന CPIMന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ആർ ശ്രീജിത്ത് നൽകിയത്. ഇതിൽ എങ്ങനെയാകും തിരുത്തൽ നടപടി എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ പ്രധാനമാകാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.